ഓം സായിറാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ബാബായുടെ ദർശനം കിട്ടിയതിൻ്റെ വീഡിയോ ആയിരുന്നു അത്. അതിന് ഒരുപാട് ലൈക്കും സബ്സ്ക്രൈബും കിട്ടി. എല്ലാവർക്കും ഒരുപാട് നന്ദി. അതിന് ഒരുപാട് കമൻസ് വന്നിരുന്നു. കമൻസ് വായിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമം തോന്നി. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കിട്ടട്ടെ ഭഗവാന്റെ അനുഗ്രഹം. അതിലൊരു കമൻറ്റ് അനുഭവങ്ങൾ വീണ്ടും പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ന് വ്യാഴാഴ്ചയും ഗുരു പൗർണമി ദിവസവുമാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്, മിനിഞ്ഞാന്ന് എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. പിന്നെ ഒരു ചെറിയ അനുഭവം ഉണ്ടായി. ഞങ്ങളെല്ലാവരും കൂടി പുറത്തു പോയി. ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പം കൊച്ചുമോൻ പോയിട്ടൊന്ന് തെന്നി വീണു. അവിടുന്ന് അവന് കാലിങ്ങനെ നൂർന്നു പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അവിടുന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നവരെ അവന് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ കൊണ്ടുവന്ന് കട്ടിലേക്ക് കിടത്തി. എന്നിട്ട് ബാബായുടെ ഉതി എടുത്തിട്ട് ആ പോർഷനിൽ കംപ്ലീറ്റ് ഞാനിങ്ങനെ പുരട്ടി കൊടുത്തു. കുറച്ച് നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവോ പ്ലാസ്റ്റർ ഇടേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. കുറച്ച് നേരം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവൻ്റെ ബ്രദറിൻ്റെ കൂടെ കളിക്കാനായിട്ട് എഴുന്നേറ്റു. പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് അവന് വേദന കുറഞ്ഞിട്ടുണ്ടപ്പോൾ. പിന്നെ അവൻ തന്നെ പറയുന്ന വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട്. അവൻ ഹാപ്പിയായി. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് പൂർണ്ണമായിട്ട് വേദന മാറി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അന്ന് രാത്രി ഞാൻ കിടക്കുമ്പോൾ മുഴുവൻ ഞാൻ ബാബായെ വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ കിടന്നത്. ബാബ, എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ആരോടാ പറയണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങിയത്. ഉറങ്ങി ഒരു കുറച്ച് ഉറങ്ങിയിട്ടുണ്ടാകും. കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ വീട്ടിൽ തെക്കേപ്പുറത്തായിട്ട് ബാബ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ കാണുകയാണ്. അത് വെള്ള വസ്ത്രമാണ്. അതുപോലെ തലയ്ക്ക് ചുറ്റുമുള്ള പ്രഭ നല്ലതായിട്ട് കാണാം. ബാബ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു കുളമുണ്ട്. കുളത്തിൻ്റെ കരയിൽ നിൽക്കുക ഞാൻ ബാബായെ കണ്ടുകൊണ്ട് ഓടി. ബാബാന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ ഓടി അടുത്ത് ചെല്ലുന്നവരെ ഞാൻ കണ്ടു. അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണു. ഇങ്ങനെ ഒരു ബ്രൗൺ നിറത്തിലൊരു സാധനം ഇങ്ങനെ കിടക്കുന്നു. അതേ ഞാനിങ്ങനെ തൊട്ടു. എല്ലും തൊലിയുമാണെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കറിയത്തില്ല എന്തുവാ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് അന്ന് തൊട്ടേ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കുമെന്ന്. എനിക്കിതുവരെ ഒന്നും മനസ്സിലായില്ല. ഈ ഒരു അനുഭവം കൂടെ എനിക്ക് പങ്കുവയ്ക്കണമായിരുന്നു. അതുപോലെ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ഒമാനിൽ പോകാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് എനിക്ക് വിഭൂതി കൊണ്ടുവരുന്നത് എൻ്റെ ബ്രദർ. ആ സമയത്താണ് ബാബ എനിക്ക് വീട്ടിൽ ദർശനം തന്നതും. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഞാനതങ്ങ് വിട്ടതല്ല. എൻ്റെ മനസ്സിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മോളോട് കാണുന്നവരോടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ ഒരുപാട് അങ്ങ് കൂടുതൽ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയത് ഇപ്പോൾ കുറച്ചായിട്ട്. അന്ന് പോയി. പിന്നെ ആ സമയത്തെന്ന് വെച്ചാൽ മോള് ഗർഭിണിയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു തിരക്കിലായി. ട്വിൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ടെൻഷനും ഡെലിവറി വരെയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. പിന്നെ കുഞ്ഞുങ്ങളുടെ ട്വിൻസ് ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അപ്പോൾ അവരെ ഒന്ന് വളർത്തിക്കൊണ്ടുവരാനും ഒക്കെ ഉള്ള ഓട്ടത്തിൽ പിന്നെ അവരൊന്ന് വളർന്നു അവരെയും കൊണ്ട് മോള് ദുബായി പോരുന്നവരെയും ഞാൻ അവരുടെ പുറകെയുള്ള ഓട്ടമായിരുന്നു. അതിന് ശേഷമാണ് കൂടുതൽ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടു. പിന്നെ സച്ചരിതം വായിക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് എനിക്ക് സച്ചരിതത്തിൻ്റെ ലിങ്ക് കിട്ടിയതും ഞാൻ വായിക്കാൻ തുടങ്ങിയതുമല്ല. പക്ഷേ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്. എപ്പോഴും എൻ്റെ വിഷമം കാണുന്നുണ്ട്. എല്ലാ വിഷമങ്ങൾക്കും സമാധാനവും തരുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയുണ്ട്. എല്ലാവരും വിഷമങ്ങളൊക്കെ മാറിയെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. കൊച്ചുമോൻ്റെ വീഡിയോയും കൂടെ ഇതിനകത്ത് ചേർക്കുന്നു. ഞങ്ങൾ മാളിൽ പോയി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാൻ നേരത്ത് ഞാൻ കൈ കഴുകാൻ പോയെ. ഞാൻ വെള്ളം കണ്ടില്ല. ഓടിപ്പോയി. ഞാൻ സ്കിപ്പായി വീണ് തെന്നിപ്പോയി. എൻ്റെ കാൽ ഒടിഞ്ഞു പോയ എൻ്റെ കാല്. അപ്പോൾ എനിക്ക് വേദന ഒത്തിരി എടുത്തു. എൻ്റെ അമ്മ എന്നെ വീട്ടിൽ കൊണ്ടുപോയി കാറിൽ കയറ്റിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഹൗസിൽ കയറ്റിയിട്ട് സായിബാബയുടെ
ഭസ്മം എൻ്റെ കാലിൽ തേച്ച് വന്നിട്ട് വന്നിട്ട് ആ വേന അങ്ങ് പോയി. താങ്ക് യു സായിബാബ. ഇനിയും പുതിയ അനുഭവം ഉണ്ടായാൽ ഞാനത് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓം സായിരാം.